ഷിരൂരിൽ അർജുനായുള്ള രക്ഷാദൌത്യം പ്രതിസന്ധിയിൽ. ഐബോർഡ് പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല. ലോറി ഉള്ളത് 10 മീറ്റർ താഴ്ചയിലെന്നാണ് സ്ഥിരീകരണം. പുഴയിലെ കുത്തൊഴുക്ക് കുറയാതെ ഡൈവിംഗ് സാധ്യമല്ലെന്നും അത് ജീവന് ഭീഷണിയാകുമെന്നും ദൌത്യസംഘം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. രാത്രിയിലും ഡ്രോൺ പരിശോധന നടക്കും. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ ദൌത്യസംഘ തലവൻ പറഞ്ഞത് പുഴയിൽ കുത്തൊഴുക്കുണ്ട്, ഈ സമയത്ത് ഡൈവിംഗ് നടത്തുന്ന ആത്മഹത്യാപരമെന്നായിരുന്നു ദൌത്യസംഘ തലവൻ വിശദീകരിച്ചത്. ഇപ്പോൾ നേവി സംഘം മടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ ഡൈവിംഗ് തുടങ്ങാനാകില്ല എന്നൊരു അവസ്ഥയാണോ? മറ്റെന്തെങ്കിലും ഓപ്ഷൻ മുന്നിലുണ്ടോ? ക്ഷമിക്കണം, ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ആന്റണിയാണ് ചേരുന്നത്. ആന്റണി, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ കുത്തൊഴുക്ക് കാരണം നേവി സംഘം മടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാകുന്നത് വരെ ഡൈവിംഗ് തുടങ്ങാനാകില്ല എന്ന സാഹചര്യമാണോ? മറ്റെന്തെങ്കിലും ഓപ്ഷൻ മുന്നിലുണ്ടോ? ഇന്ന് ഈ ദൗത്യത്തിന്റെ 10ാം ദിവസമായിരുന്നു. ഇന്ന് രാവിലെ ഏറ്റവും നിർണായകമായ ഒരു പരിശോധന. നമുക്കറിയാം, ഇന്നലെ ഈ ലോറി പുഴയിലുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്ന് ഐബോർഡ് എന്ന ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഡ്രോൺ പരിശോധനയാണ് നടത്തിയത്. ആ ഡ്രോൺ പരിശോധനയിൽ ഏതാണ്ട് 2 മണിയോട് കൂടിയാണ് പരിശോധന തുടങ്ങുന്നത്. ആ പരിശോധന തുടങ്ങിയ ഘട്ടത്തിൽ നിർണായകമായ ആ പരിശോധന നടന്നു. അതിനുശേഷം അതിന് നേതൃത്വം നൽകിയ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ നമ്പ്യാർ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. ഇന്ന് ഈ ഏറ്റവും നിർണായകമായ ഒരു കണ്ടെത്തൽ 4 ലോഹഭാഗങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു. 3 സ്പോട്ടുകളിലായിട്ടാണ് ഇവ സ്പോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും താഴെയുള്ള 3ാമത്തെ സ്പോട്ട് അത് ഈ ലോറി ആകാം എന്നുള്ള ഒരു നിഗമനമാണ് ഉള്ളത്. ഈ സ്പോട്ടുള്ളത് കരയിൽ നിന്ന് 60 മീറ്റർ നീളത്തിൽ 10 മീറ്റർ ആഴത്തിലാണ് ഈ സ്പോട്ട് ഉള്ളത്. അത് അർജുൻ്റെ ലോറി ആയിരിക്കാം എന്നുള്ളൊരു സ്ഥിരീകരണം ഏതാണ്ട് ഉണ്ട്. പക്ഷേ ഇതിനുള്ളിൽ മനുഷ്യ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഈ ദൗത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അങ്ങനെ ഈ ലോറി സ്ഥിരീകരിച്ചു. പക്ഷേ ഇനി ഈ ലോറിക്കരികിൽ ഈ ലോറിയുടെ ഉള്ളിൽ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്നുള്ളത് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിന് പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും ഈ തെർമൽ ഇമേജിംഗ് വെച്ച് പരിശോധന നടത്തുന്നുണ്ട് ഈ ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ച്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ക്യാബിനിൽ നേരിട്ട് പോയൊരു പരിശോധന നടത്തേണ്ടതുണ്ട്. ആ പരിശോധന നടത്തണമെങ്കിൽ മുങ്ങൽ വിദഗ്ധർക്ക്, നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അടിയിലേക്ക് ഈ പുഴയുടെ അടിത്തട്ടിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അതിന് പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ വിദഗ്ധർ പറയുന്നത്. കാരണം വലിയ കുത്തൊഴുക്കും അടിയൊഴുക്കുമൊക്കെയാണ് പുഴയിൽ ഉള്ളത് എന്നുള്ളതാണ് അതിനുള്ളൊരു പ്രധാന കാരണമായി ഉള്ളത്. അത് നിലവിലത്തെ സ്പീഡ് ഏതാണ്ട് 8 നോട്ട് സ്പീഡിലാണ് ഈ പുഴ ഒഴുകുന്നത്. അത് 2 ഒക്കെ ആയാൽ മാത്രമാണ് അതിലേക്ക് ഇറങ്ങാനായി ഈ നാവികസേനാ സംഘത്തിന് സാധിക്കൂ. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ മഴ ഇങ്ങനെ ഇടവിട്ട് പെയ്യുകയാണ്. ഇനിയിപ്പോൾ 2 ദിവസം കൂടി മേഖലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കനത്ത മഴ ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം ഇനിയും നീളാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇതിൽ അവർ പറഞ്ഞത് തന്നെ കൃത്യമായി തന്നെ ഈ ലോറി സ്പോട്ട് ചെയ്തു. പക്ഷേ ഈ ലോറി എവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അതിന് ഡൈവർമാർ ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് പോകണം. പക്ഷേ അതിന് ഈ കാലാവസ്ഥയും പുഴയിലെ ഒഴുക്കും വലിയ വെല്ലുവിളിയായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അത് ഈ കാലാവസ്ഥ അനുകൂലമാകാതെ ഇനി രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകിട്ട് മഴയൊക്കെ വലിയ രീതിയിൽ ശക്തമായ മഴ ആ മേഖലയിൽ പെയ്തതോടെ നാവികസേനാ സംഘം മടങ്ങുകയാണ് ചെയ്തത്. പിന്നീട് ഡ്രോൺ പരിശോധനയും താൽക്കാലികമായി നിർത്തി. ഏതായാലും ഇനി രാത്രി വീണ്ടും ഡ്രോൺ പരിശോധന നടത്താമെന്നാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ദ്രപാലൻ നമ്പ്യാർ അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ മനുഷ്യ സാന്നിധ്യം ആ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ രാത്രിയാകുമ്പോൾ സ്വാഭാവികമായും കുറച്ചുകൂടി തണുത്ത കാലാവസ്ഥ വരും. ആ ഘട്ടത്തിൽ ഈ
മനുഷ്യൻ ഈ ശരീരോഷ്മാവ് കൃത്യമായി ഈ തെർമൽ സെൻസറിങ്ങിൽ ഒരുപക്ഷെ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രോൺ പരിശോധന രാത്രി നടത്താനുള്ള ഒരു തീരുമാനമുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഈ പുഴയിലിറങ്ങി ആഴത്തിലേക്ക് മുങ്ങിയുള്ള ഒരു പരിശോധന അത് അസാധ്യം തന്നെയാണ്. അത് ഇന്ന് നടക്കുമോ നാളെ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സമയപരിധി ഇപ്പോൾ ഏതായാലും പറയാൻ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം പുഴയാണ്, കാലാവസ്ഥയും ഒക്കെ ഇങ്ങനെ പ്രതികൂലമായി തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ശരി ആന്റണി.